ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടിരിക്കും, ചിലപ്പോൾ ചിലർ കേട്ടിട്ടുണ്ടാവും, ചിലർ കേട്ടിട്ടുണ്ടാവില്ല അല്ലെ. അപ്പോൾ നമ്മുടെ 4ാം ക്ലാസ്സിന്റെ കൈറ്റ് വിക്ടേഴ്സിന്റെ 4ാം ക്ലാസ്സിന്റെ ക്ലാസ്സുകളുടെ സംപ്രേഷണ സമയം നാളെ തൊട്ട്, അതായത് ഡിസംബർ 7 മുതൽ ചെറുതായിട്ടൊന്ന് മാറാൻ പോവാണ്. അപ്പൊ എങ്ങനെയായിരിക്കും, എന്തായിരിക്കും എന്നൊക്കെ അറിയാതെ ചിലപ്പോൾ നിങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ. അപ്പോൾ നമ്മുടെ 4ാം ക്ലാസ്സിന്റെ ഒരു വലിയ ഫാമിലി തന്നെയാണ് എന്റെ ചാനലിലുള്ളത്. നമ്മളൊക്കെ ഒരൊറ്റ ഫാമിലിയാണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. പ്രത്യേകിച്ചൊന്നുമല്ല, നമ്മുടെ +2ന്റെയും 10ാം ക്ലാസ്സിന്റെയും ഒക്കെ ക്ലാസ്സുകൾ പെട്ടെന്ന് തീർക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അവർക്ക് കൂടുതൽ സമയം അതിനു വേണ്ടി വേണം എന്നുള്ളത് കൊണ്ട് പ്രൈമറി ക്ലാസ്സുകളിലെ ടൈം ടേബിൾ ചെറുതായിട്ടൊന്ന് നാളെ തൊട്ട് മാറ്റാൻ പോവാണ്. അപ്പോൾ അതിന് പുതിയ ഒരു സമയരീതിയും അതുപോലെ 3 ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കുള്ളൂ. അതും നമുക്ക് പറയാം, എല്ലാ ദിവസവും 1:30 മണിക്കാണ് 4ാം ക്ലാസ്സിന്റെ ക്ലാസ് നടക്കുന്നത്. പക്ഷെ ഇനി എല്ലാ ദിവസവും ഒരു സമയവും ആയിരിക്കില്ല. അപ്പോൾ അത് എന്താണ് എന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ആൻഡ് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നമ്മുടെ പുതിയ രീതി അനുസരിച്ചിട്ട് തിങ്കളാഴ്ച 1 മണിക്കും ബുധനാഴ്ച 12:30 മണിക്കും വെള്ളിയാഴ്ച 12 മണിക്കുമാണ് ഇനി 4ാം ക്ലാസ്സിന്റെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. അതായത് വിക്ടേഴ്സ് ചാനലിൽ ഇനി മുതൽ തിങ്കൾ, ബുധൻ, വെള്ളി ഈ 3 ദിവസങ്ങളിൽ മാത്രമേ വിക്ടേഴ്സ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുള്ളൂ 4ാം ക്ലാസ്സിന്റെ. അതും തിങ്കളാഴ്ച 1 മണിക്കും ബുധനാഴ്ച 12:30 മണിക്കും വെള്ളിയാഴ്ച 12 മണിക്കുമായിരിക്കും സംപ്രേഷണം ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കമന്റ്സ് ഒക്കെ രേഖപ്പെടുത്തുക. അപ്പോഴാണ് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലെ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.